ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദീപകിൻ്റെ കേസിൽ ഉണ്ടായത് ആ പെൺകുട്ടി കേവലം റീച്ചിന് വേണ്ടി റീച്ച് കിട്ടിയാൽ ഉറപ്പായിട്ടും ഈ ഫേസ്ബുക്കും യൂട്യൂബും മോണിറ്റൈസ്ഡ് ആണെങ്കിൽ സാമ്പത്തികം ഉണ്ടാവും. അത്തരത്തിലുള്ള റീച്ചിലും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടവും മനസ്സിൽ കണ്ടുകൊണ്ട് ആ പെൺകുട്ടി നടത്തിയ ഒരു നാടകമാണത്. അപ്പോൾ ആ ഒരു നാടകത്തിന് തിരശീല വീണപ്പോൾ നഷ്ടപ്പെട്ടതൊരു ജീവനാണ്. നമ്മളിപ്പോൾ ദീപകിൻ്റെ കേസിൽ ദീപക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇതുവരെ ഭരണപക്ഷത്തു നിന്നോ പ്രതിപക്ഷത്തു നിന്നോ അതിനെക്കുറിച്ചൊരു പ്രതികരണം പോലും നമ്മൾ കണ്ടില്ല. കാരണം ദീപക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു വോട്ട് ബാങ്ക് ഒന്നും അല്ലല്ലോ. പക്ഷേ മിഷൻ മെൻസ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ദീപകിൻ്റെ ഫാമിലിയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മളുടെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെയും രാഹുലിൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയണം, നമ്മൾ 1 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആദ്യ ഗഡുവായിട്ട് 1 ലക്ഷം രൂപ ധനസഹായമായിട്ട് കൊടുക്കുകയാണ്. ഒരു പക്ഷേ പെൺകുട്ടിയുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്താലും കേസ് പൊളിഞ്ഞു പോകും. എന്തുകൊണ്ട് ആ കുട്ടി പ്രതികരിക്കാതെ വീഡിയോ എടുത്തു എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യമായിരിക്കും. പ്രോസിക്യൂഷനെതിരെ ദീപകിൻ്റെ അഡ്വക്കേറ്റ് ചോദിക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം അതായിരിക്കും. എന്തുകൊണ്ട് തത്സമയം അവൻ്റെ കരണമടിച്ച് പൊളിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടവരെ വിളിച്ച് പ്രതികരിച്ചില്ല, അതിനുപരി നിങ്ങൾ എന്തിന് റീൽസ് ചിത്രീകരിച്ചു എന്നതായിരിക്കും ചോദ്യം. അപ്പോൾ ആ കേസും പൊളിച്ചു. പക്ഷേ ദീപകിന് അതൊന്ന് താങ്ങാനോ അതല്ലെങ്കിൽ അവിടം വരെ എത്താനുള്ളൊരു മനസ്ഥിതി ഇല്ലായിരുന്നു. അപ്പോൾ അത്തരം ഒരു വിഷമാവസ്ഥയാണ് അദ്ദേഹത്തെ ജീവൻ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇനിയൊരു ദീപക് ഉണ്ടാവരുതെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് മാക്സിമം എന്ന് വെച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല കൊലക്കുറ്റം കൂടെ ചുമർത്തി പെൺകുട്ടി അറസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡെഫിനിറ്റായിട്ട് സ്ട്രൈക്ക് കൊടുക്കും. പെൺകുട്ടി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മിഷൻ മെൻസ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറിയേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു പന്തലുണ്ടായിരിക്കും, ഉറപ്പായിട്ടുണ്ടായിരിക്കും. ചുമ്മാ പറയുന്നതല്ല, ഉണ്ടായിരിക്കും. അതിൽ രാഹുൽ ഈശ്വർ, മുകേഷ് നായരും കാണും.